ഹലോ ഗൈസ്, ഞാൻ നവന്യ കൃഷ്ണ. ഇന്ന് എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഡേ ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് ഞാൻ യൂണിയിലെത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. അപ്പോൾ 7 മണിക്കാണ് 11 മണിക്കാണ് എനിക്ക് ഫസ്റ്റ് സെഷൻ. ഞാനിന്ന് 10:30 തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിന് മുമ്പ് കുറച്ച് വിശേഷങ്ങൾ കാണാം. നല്ല സെറ്റപ്പാണ് ഇവിടെയൊക്കെ കാണാൻ. ഇത് 4 എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ്. അങ്ങനെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഓരോ ബിൽഡിങ്സിലാണ് ക്ലാസ്. 4 എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ് കഴിച്ചത്. കാണിച്ചാട്ടോ, ഇതിൻ്റെ അകത്ത് ഇത് ഫുഡ് കോർട്ട് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരു പ്രീമിയർ ഉണ്ട്. ഇവിടെ കുട്ടികളൊക്കെ വന്ന് ഇവിടെ നിന്നാണ് ഓരോന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. നമുക്ക് കോഫിയുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. പക്ഷേ മാത്രമല്ല, ഇവിടെ മദ്യവും കിട്ടും. പിള്ളേരെ തന്നെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയുണ്ട്. അടുത്തായിട്ട് നമുക്കിവിടെ വായിക്കാൻ ഒരു പബ്ലിക് പിയാനോ ഉണ്ട് ഗൈസ്. നമുക്കിവിടെ പിയാനോ വായിക്കാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പിയാനോ വായിക്കാം. അങ്ങനെ നമ്മുടെ വായനയൊക്കെ കഴിഞ്ഞു. ഇതാണ് അടുത്ത ബിൽഡിംഗ്, ഹട്ടൻ ഹബ്. ഇവിടെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെയാണ് വിളിച്ചിട്ട് കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. കൂടുതലും ഇന്ത്യൻസാണ്. ഇവിടുത്തെ ഇംഗ്ലീഷുകാരെക്കാളും കൂടുതൽ ഇന്ത്യക്കാരാണ് ഗൈസ്. കൂടുതലും മലയാളികൾ ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ തന്നെ 10-15ഓളം മലയാളികളുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോകാം ഗൈസ്. കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാനുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് സ്കൂട്ടി വല്ലതും ഉണ്ടെങ്കിൽ സുഖമാണ് ഇതിൽ കൂടെ പോകാൻ. കാരണം കുറേ നടക്കണം. പല പല ബിൽഡിങ്സിലാണ് ഓരോ ക്ലാസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെഷൻ ഉണ്ടാവും. 4 മണിക്കൂർ ഉണ്ടാവുള്ളൂ. രാവിലെ 2 മണിക്കൂറും അത് കഴിഞ്ഞ് വേറെ 2 മണിക്കൂറുമാണ്. അപ്പോൾ ടോട്ടൽ 4 മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ വരുന്നത് എങ്ങനെയാണ്? രാവിലെയും വൈകിട്ടായിട്ട്. അതാകുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കണം. മറ്റാണെങ്കിൽ ഒറ്റയടിക്കാൻ കഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഇത് രാവിലെ ഒരു വൈകുന്നേരം വരെ എടുക്കണം. ഒരു ശോകം സംഗതി. നമ്മൾ പഠിക്കാനൊക്കെയാണ് വന്നത് എന്നും പറഞ്ഞ് രാവിലെ ഒരു വൈകിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നാൽ പോരെ. ഇങ്ങോട്ട് എന്തിനാണ് വന്നത്? പിന്നെ ഇവിടെ ക്ലാസ്സൊക്കെ രസമാണ്. കൊള്ളാം, സെറ്റപ്പുകളൊക്കെ കൊള്ളാം. ഇങ്ങനെ നടക്കണം കുറേ. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കണ്ടോ ഗൈസ്, നാട്ടിലെ അപേക്ഷിച്ച് നല്ല വൃത്തിയുള്ള കോറിഡോർസൊക്കെയാണ് ഗൈസ്. നോക്കൂ. പിന്നെ ഇവിടെ നമ്മുടെ അറ്റൻഡൻസ് അവർ മാർക്ക് ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ID കാർഡ് ആപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നെ വരുന്നൊന്നുമില്ല. നമ്മുടെ ID കാർഡ് ഇവിടെ വന്നാൽ മതി. 3 ID കാർഡാണ് എൻ്റെ കയ്യിൽ. 3 തരം അറ്റൻഡൻസാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ കുറേ പരിപാടി. ഇത് കൂടുതലും മലയാളികളെ ചെയ്യും കേട്ടോ. മലയാളികളും, അതായത് നമുക്കാണല്ലോ അങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉള്ളൂ. ഇവിടുത്തെ ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യില്ല. പിന്നെ നമുക്ക് എപ്പോഴും ടാപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അറ്റൻഡൻസ് കിട്ടണമെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ് തന്നെ ടാപ്പ് ചെയ്യണം. അപ്പോൾ അത് കാരണം നമ്മൾ തുടക്കം തന്നെ ക്ലാസ്സിൽ കയറണം. പിന്നെ കൂടുതലും ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങലാണ് പതിവ്. എല്ലാവരും ക്ലാസ്സിൽ കയറി ഇരിക്കലൊന്നുമില്ല. കുറേ പേര് ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങും. ഞാനൊക്കെ ക്ലാസ് ഫുള്ളിരിക്കും കേട്ടോ. കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. നമ്മൾ ക്ലാസ് കിട്ടിയിട്ടൊരു കാര്യമില്ല. ഓക്കെ, നമ്മുടെ നടപ്പങ്ങനെ തീരുന്നില്ല. വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ,
അങ്ങനെ ക്ലാസ്സിൽ കയറാൻ പോട്ടോ. And also we can have different flow charts as well. There's enough flow charts. This is basically trying to find attributes of our quadratic equation. So you can read ABC, but I don't know what ABC relates to. But fundamentally, if you've got given three numbers, you can work this out. Okay, this is what an algorithm does. Remember, the computer has no idea what you're doing. Okay, which is why one of the biggest things we notice as well, especially in IPDS, what people struggle with. They're trying to think, okay, I've typed something to the computer, I know what it's trying to do. ഇപ്പം നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടപ്പോൾ എന്താ മനസ്സിലായത്? അത് തന്നെയാണ് എനിക്കും മനസ്സിലായത്. അത് കാരണം ഒന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ക്ലാസ് കഴിഞ്ഞിട്ടോ, അത് കാരണമാണ് ഇറങ്ങിയത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിനായിട്ട് ഇനി 3 മണിക്കാണ് ഇനി അടുത്ത സെഷൻ. അത്രയും നേരം എന്തെങ്കിലും ചെയ്ത് ഇവിടെ സമയം കളയണം. അതിൻ്റെ 3 മണി സെഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകണം. അതാണ് ഒരു ദിവസത്തെ യൂണിവേഴ്സിറ്റി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചടങ്ങാണ് ദിവസം. ഈ ആഴ്ചയിൽ 4 ദിവസം ക്ലാസ് ഉണ്ട്. ചടങ്ങാണ് ദിവസം വന്നു പോകാനായിട്ട്. ഷോക്കാണ് ആകെ. പിന്നെ ഉണ്ടല്ലോ കേസ്, നമുക്ക് ഇവിടെ ഒരുപാട് മലയാളികളെ കാണാം. അപ്പോൾ ഒരുപാട് മലയാളികളെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ പിന്നെ ഈ വ്ലോഗ് എടുത്ത് കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യട്ടോ. കേസ് ഇന്ന് ഇവിടെ ഒരു ചീഞ്ഞ ദിവസമാണ് കേസ്. ഭയങ്കര മഴയാണ്. ഷോക്കാണ് ഇന്ന്. ഭയങ്കര കുറച്ചുമ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മാറിയതാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ ഒടുക്കത്തെ തണുപ്പായ കാരണം നമ്മളങ്ങനെ ഇരിക്കാറില്ല. ഇനി സമ്മറൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് പോയിരിക്കാനുള്ള നല്ല ആംബിയൻസ് ഒക്കെ ഇരുന്ന് സംസാരിക്കാനൊക്കെ. ഇവിടെ വേറെ സെറ്റപ്പ് ഉണ്ട്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ട് സെറ്റപ്പ് ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് ഞാൻ പോകണല്ലോ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമുണ്ടോ. എന്തോ സെറ്റപ്പ്. ഓരോ കോമാളിത്തരങ്ങൾ നോക്കൂ ഗൈസ്. കോളേജിൽ ഓരോ കോമാളിത്തരം. ഇവിടെ ഇങ്ങനെ കുറേ കഴിവുള്ളവന്മാരും വന്ന് ഇങ്ങനെ വാങ്ങിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഫുഡ് കോർട്ട്സ്. സ്ട്രീറ്റ് ഫുഡ് ഓൺ ടോൾ. ഇവിടെ കൂടുതലും ഇന്ത്യൻ ഫുഡ്സ് ഉണ്ട്. പിന്നെ ഈ ഫ്രൈസ്, പീച്ച, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ്. ബർഗർ അങ്ങനെയൊക്കെയാണ് കഴിച്ച സാധനങ്ങൾ. അപ്പോൾ ഇവിടെ കുറേ ചിക്കൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണി ഒക്കെ ഇട്ടു ഇവിടെ. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എന്നിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്ന് കഴിക്കും. ഒരുപാട് ആൾക്കാരുള്ള ഏരിയ ആണ്. നിറച്ച ആൾക്കാരാണ് ഇവിടെ. നമ്മളിവിടെ നിന്നൊന്നും മേടിച്ചില്ല. ഇവിടുന്ന് ഒരു പീസ് ചിക്കൻ മേടിച്ച് കഴിക്കണ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോയി ഒരു ഫുൾ ചിക്കൻ മേടിച്ച് കറി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇവിടെ നിന്നൊന്നും മേടിച്ച് കഴിക്കണ ലാഭമല്ല. അത് കാരണം നമ്മൾ പഠിക്കില്ല. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. നമ്മൾ നമ്മുടെ അടുത്ത 3 മണിയുടെ സെഷന് പോവാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് നമുക്ക് വേറെ ബിൽഡിങ്ങിലാണ്. ഇതുണ്ടോ ഷോർട്ട് ബിൽഡിംഗ്, ലിൻഡപ്പ് ബിൽഡിംഗ്. അപ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ പോവാണ്. തുറക്കൂ സീസൺ. ഇങ്ങനെയാണ് നമ്മുടെ കുറേ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ കൂടെയാണ് ഗൈസ്. നല്ലൊരു ട്യൂട്ടറാണ്. താങ്ക്സ് സർ. നമുക്കിവിടെ കയറാം. നമ്മളിത് ടാപ്പ് ചെയ്യുമ്പോൾ ടാപ്പ് ചെയ്തു. One tutorial, right? So the tutorial start this week. So to your session this week. Just to recap briefly, last week I went over what the module is about. I think I gave you. I can't remember what happened this morning, let alone last week. I said something about the module, right? And I told you broadly what to expect. I think that's a good thing. Just to quickly go over some things. ഗൈസ്, അങ്ങനെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇനി ബാക്ക് ടു ഹോം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എന്തായാലും ബൈ ഗൈസ്.